ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നേരിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇത് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത് പ്ലാസ്റ്റിക് എടുക്കുന്നതിനേക്കാൾ. അപ്പോൾ പിന്നെ ഞാൻ ഗോൾഡൻ്റെ ഗിൽറ്റ് പൗഡറിൻ്റെ ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. ഗോൾഡനോ സിൽവർ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു ശില്പകർ ഒരു ക്ലേയുടെ പാക്കറ്റാണ് ഇത്. ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. പിന്നെ ഫേവിക്കോള് ഗമ്മ് വേണം. ഇത്ര വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു പീസ്, അതുപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് വേണം. പിന്നെ ഒരു പോയിൻ്റ് ബ്രഷ്, പിന്നെ അക്രലിക്കിൻ്റെ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റാണ്. ക്യാമലിനാണ് കമ്പനി. പിന്നെ പേൾ പെയിൻ്റാണ്, അതായത് മെറ്റാലിക് ഫാബ്രിക് പെയിൻ്റ് എന്ന് പറയും. പേൾ പെയിൻറ്റ് 3 കളറുണ്ട്, പിങ്ക്, ഗ്രീന്, ഗോൾഡൻ, ഇങ്ങനെ 3 കളർ. പിന്നെ ന്യൂസ് പേപ്പർ വേണം, ഫേസ് പൗഡർ വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഓറഞ്ച് പരിപ്പ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പരിപ്പ് ഇല്ലാത്തവരുണ്ടെങ്കിൽ, പരിപ്പില്ലാത്തവരാരും ഉണ്ടാവില്ല, എന്നാലും കിട്ടാത്തവരാണെങ്കിൽ മണൽ യൂസ് ചെയ്യാം. ഞാൻ മണൽ എടുക്കണം എന്നായിരുന്നു കരുതിയത്, എനിക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് ആദ്യം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് ഈ ന്യൂസ് പേപ്പർ നന്നായിട്ട് വിരിക്കാം, വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമുക്കൊരു സ്മൂത്തായിട്ടുള്ളൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് കുപ്പിയുടെ താഴ്ഭാഗത്ത് റൗണ്ടിൽ ഈ ഒരു ഭാഗമായിട്ട് ഇത്രയും വീതിയിൽ നമുക്ക് നന്നായിട്ട് ഗമ്മ് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഗോൾഡൻ, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഗിൽറ്റ് പൗഡർ ഇവിടെ ഇട്ട് കൊടുക്കാം. ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്കിങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ താഴ്ഭാഗത്ത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസും കൂടി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഗിൽറ്റ് വീഴുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എളുപ്പത്തിൽ അത് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സാവകാശം നമുക്കിതിങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഒരു മൈൻഡിലുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ഈ ഒരു മേൽഭാഗത്തും കൂടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗമ്മ പിടിപ്പിച്ച് നമുക്ക് ഈ ഒരു ഗിൽറ്റ് അവിടെയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പുള്ള ഭാഗം കൂടി നമുക്ക് ഗിൽറ്റ് ഇടാനുള്ളതാണ്. അത് നമുക്ക് ഫൈനൽ റൗണ്ടിൽ ചെയ്യാം. ഇനി എന്തിൻ്റെങ്കിലും ഒരു അടപ്പിൽ കുറച്ച് വെള്ളത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ഫെവിക്കോൾ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ ബോട്ടിൽ നമ്മൾ ഗിൽറ്റ് ഇടാത്ത ബാക്കി ഏരിയയിൽ ഈ ഒരു ഗമ്മ് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പൊടിച്ച പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം, എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഭാഗത്ത് ആവാത്തതായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി ഗമ്മ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നിട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് നന്നായിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ശില്പകരനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ക്ലേ ആണ്. ഇതിനകത്ത് 2 പാക്കറ്റ്സ് ഉണ്ടാവും. ഈ പാക്കറ്റ്സിലുള്ള ഈ സാധനം രണ്ടും ഒരേ ലെവലിലായിട്ട് കുറച്ചായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ ഫേസ് പൗഡർ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോരോ ഷേപ്പ് ഫ്ലവറായിട്ടും പല ഐറ്റംസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഫ്ലവറാണ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഓരോ ഫ്ലവറിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇത് ഓരോ ഫ്ലവറിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ സാധിക്കും. പിന്നെ ഞാനിതിൽ നിങ്ങൾക്ക് മെയിനായിട്ടൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശില്പകറിൻ്റെ പ്രത്യേകത 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഹാർഡായി പോകും. അതായത് കട്ട പിടിക്കും എന്ന് പറയുമ്പോൾ ഒരു കല്ല് രൂപം പോലെയാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യണം. ഫ്ലവറൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ച് കഴിയുമ്പോൾ പിന്നെ അത് 1 മണിക്കൂറിനകം ഹാർഡായി പോകുമ്പോൾ നന്നായിട്ടിരിക്കും. പിന്നെ നമുക്ക് അതിന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഈ ശില്പകറിൻ്റെ പ്രത്യേകത. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഒരു ഇതളുകളായിട്ട് ഒരു ഫ്ലവർ ഏകദേശം രൂപത്തിലൊക്കെ എടുക്കുക. എനിക്ക് ഇതുപോലെയുള്ള ഫ്ലവറൊന്നും അധികം ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ റോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ശില്പകർ ഉപയോഗിച്ച്, പക്ഷേ ഇതുപോലെ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കും വല്ലാതൊന്നും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എന്തൊക്കെയോ കാണിച്ചു ഞാനും ഒരു ഫ്ലവർ പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും. കാരണം ഇങ്ങനത്തെ വർക്കൊക്കെ ഒരുപാട് പേർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാത്തതല്ല, ചെയ്യാറുണ്ട്. പക്ഷേ ക്രാഫ്റ്റിനേക്കാൾ എനിക്ക് ആർട്ടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ക്രാഫ്റ്റ് ഞാൻ അധികം വീഡിയോ ചെയ്യാറില്ല, കുറവാണ്. ഇനി നമ്മുടെ അക്രിലിക്കിൻ്റെ പെയിൻറ്റ് നമുക്ക് എന്തെങ്കിലും അടപ്പിലെടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഇട്ട ആ ഒരു പരിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ബ്ലാക്ക് അങ്ങ് അടിച്ചു കൊടുക്കാം. നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഈ പരിപ്പിൻ്റെ ഭാഗത്ത് മുഴുവനായിട്ട് ബ്ലാക്ക് അടിച്ച് വൃത്തികേടാക്കുന്നതെന്നൊക്കെ കരുതുന്നുണ്ടാവും. അപ്പോൾ കരുതുന്നവരുണ്ടാകും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ വെറും തുടക്കം മാത്രമാണ്. യഥാർത്ഥ രസം കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് കളർ നമ്മൾ മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേന് നമ്മുടെ ശില്പകർ ബാക്കി ഫ്ലവർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാം. ഹാർഡായി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ തീർക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈൻ്റ് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്ലേ നമുക്ക് എന്ത് ചെയ്യാം, ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഒരു ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഓരോ ഫ്ലവറായിട്ടും അതുപോലെ ലീഫൊക്കെ ആയിട്ട് നിങ്ങളുടെ മൈൻഡിലുള്ള ഡിസൈനായിട്ട് ചെയ്യാം. ഞാനിതെൻ്റെ ഒരു ഡിസൈൻ എനിക്കിഷ്ടപ്പെട്ട പോലെ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി ശില്പകർ എടുത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ലീഫും ഒക്കെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ക്ലേ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഒരു പാനയുടെ ബാക്ക് സൈഡ് വെച്ച് അത് പ്രസ് ചെയ്ത് ഒരു ചെറിയൊരു സിമ്പിൾ ഡിസൈൻ നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ 3 എണ്ണമൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്തായിട്ട് ചെറിയൊരു കുഞ്ഞ് പോയിൻ്റ് ബോൾസ് ഉണ്ടാക്കിയിട്ട് അതുകൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഈ ഡിസൈൻ ഞാൻ 2 സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത റൗണ്ട് ഇത് ഉണങ്ങിയിട്ട് നമുക്ക് പേൾ പെയിൻറ്റ് അടിച്ചു കൊടുക്കലാണ്. ഓക്കെ, ഇനി നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഗോൾഡൻ പേൾ പെയിൻറ്റ് നമ്മുടെ ബ്ലാക്ക് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബ്ലാക്ക് മാത്രമാവുന്ന ആ ഒരു ഭാഗം ഈ ഒരു ഗോൾഡൻ ഷൈനിങ് കൂടി വരുമ്പോൾ ഒന്നുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാ ബ്ലാക്ക് ഭാഗത്തും നമുക്കിതുപോലെ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് നമ്മൾ ആദ്യം ബ്ലാക്ക് മാത്രമായിരുന്നു അവിടെ ചെയ്തിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗോൾഡൻ ഷൈനിങ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൗണ്ട്, ഫസ്റ്റ് റൗണ്ടാണോ സെക്കൻഡ് റൗണ്ടാണോ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടി. അപ്പോൾ എനിക്കിഷ്ടമായത് സെക്കൻഡ് റൗണ്ടാണ്. ഗോൾഡ് ഷൈനി വന്നപ്പോഴാണ് എനിക്കിഷ്ടം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഗിൽറ്റ് ഗോൾഡൻ കളറാണ് എടുത്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഗോൾഡൻ അല്ല സിൽവറാണ് എടുക്കുന്നതെങ്കിൽ ഞാനിവിടെ ഗോൾഡൻ ഷൈനി കൊടുക്കുന്നിടത്ത് നിങ്ങളെന്ത് ചെയ്യണം, സിൽവർ മെറ്റാലിക് പേൾ പെയിൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാവുമ്പോൾ ഒന്നുകൂടി രസമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ശില്പകർ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പേൾ പെയിൻറ്റ് ഉപയോഗിച്ച് ഫ്ലവറിൻ്റെ ഭാഗത്ത് പിങ്ക് കളറും ലീഫിൻ്റെ ഭാഗത്ത് ഗ്രീൻ കളറും ഒക്കെ ഉപയോഗിച്ച് ഒന്ന് കളറാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇപ്പോൾ ഏകദേശമൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. നമ്മൾ ഈ ബോട്ടിലിൻ്റെ അടപ്പുള്ള ആ ഒരു ഭാഗത്ത് ഗമ്മ് പുരട്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അവിടെയും കൂടി ഗിൽറ്റിട്ട് കൊടുക്കൽ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം, ആ ഒരു ഏരിയ നമുക്ക് മുഴുവനായിട്ട് ഗിൽറ്റിട്ട് കൊടുക്കാം. ഒരു ഭാഗത്ത് ഗിൽറ്റ് ആവാത്തതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പൂർത്തിയായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഫുൾ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിൽ വർക്കാണ്. അപ്പോൾ ഇതാണ് ആ വർക്ക്. ഇത് ഞാൻ ഇതിനു മുമ്പ് പൈപ്പിംഗ് നൂല് ഗമ്മിലൊക്കെ മുക്കിയിട്ട് ചെയ്യുന്നൊരു വർക്കായിരുന്നു. അന്ന് എനിക്കിത് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ രണ്ടാമത്തെ വർക്കാണ്. ഞാൻ ശില്പകർ ഉപയോഗിച്ച് ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ആദ്യമായിട്ട് ചെയ്തത് ഇതായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യുന്ന വർക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഞാൻ അന്ന് ക്യാൻവാസ് ബോർഡിൽ ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു. അന്ന് ഇത് ഫെവിക്കോൾ ഉപയോഗിച്ച് തന്നെയാണ് അന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബായ്.